കേരളത്തിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി അവർ ഇടതുപക്ഷത്തിൻ്റെ വിശിഷ്യ CPMൻ്റെ ഏജൻ്റാണ്. അങ്ങനൊരു സംശയം ന്യായമായിട്ടും ഉണ്ടാവുകയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിനെ അവർ നയിക്കുന്നത് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് ഈ സംശയം ഉയരാൻ കാരണം. തീർച്ചയായിട്ടും വളരെ സാധൂകരിക്കപ്പെടേണ്ട ഒരു സംശയമാണത്. ലോജിക്കുണ്ടതിൽ. കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ കോൺഗ്രസിലെ മുന്നിലേക്ക് നയിച്ച, താൻ പ്രസിഡൻ്റായി ഇരുന്ന കാലത്ത് ഗ്രൂപ്പ് പോരുകളുടെ ഒരു വിളനിലമാക്കി കോൺഗ്രസിനെ മാറ്റാതെ മുന്നോട്ട് നയിച്ച് ഒരു സെമി കേഡർ പാർട്ടിയുടെ ഏകദേശം പെട്ടെന്ന് വരുന്നതല്ലല്ലോ ഈ അച്ചടക്കം എന്ന് പറയുന്ന സാധനം. അതെ, ഗാന്ധിജിയുടെ കാലത്ത് പോലും ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നയിച്ച ഒരു പ്രസിഡന്റിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ, ഏതു നിമിഷവും പ്രഖ്യാപിക്കാം എന്നൊരു നിലയിലിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ മണിയൊച്ച ഉയരെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഒരു വിഷയവുമില്ല. അത് 100 കൂട്ടം വിഷയങ്ങൾ ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പാളയത്തിൽ പിണക്കമുണ്ടാക്കാൻ, പാളയത്തിൽ പടയൊരുക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ ശ്രമം ആരോ നടത്തിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നേരിട്ട് കൊണ്ട് കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇന്നാട്ടിലെങ്ങും കേൾവിയില്ലാത്തതുപോലെ പേപ്പട്ടികൾ ആളുകളെ കടിച്ചു കൊല്ലുമ്പോൾ, അതിൻ്റെ മുമ്പിൽ വിഷബാധ പ്രതിരോധം പോലും നിഷ്ഫലമാകുമ്പോൾ, കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തിരുന്ന ആ രോഗികളെ ലൈഫ് സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിച്ചിരുന്ന രോഗികളെ അത്യാഹിതമല്ല, അടിയന്തര വിഭാഗത്തിൽ നിന്നും യാതൊരു ശ്രദ്ധയും പരിഗണനയും കൂടാതെ മോചിപ്പിച്ചുകൊണ്ട് കൊന്നിട്ട് ഇത് പുക മൂലമല്ലെന്ന ക്രെഡിറ്റ് അവകാശപ്പെടുമ്പോൾ, ആ പുക അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ, വിഷബാധ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വീണ്ടും തുടർഭരണം കേരളത്തിൽ ആവർത്തിക്കുന്നത് പോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടും വിഷബാധ ആവർത്തിക്കുന്നു. അവിടെ പുകപടലങ്ങൾ ഉയർന്നുകൊണ്ട് രോഗികളുടെ, അത്യാഹിത വിഭാഗത്തിലെ രോഗികളുടെ ജീവനുമേൽ സംശയം ഉണ്ടാകുന്നു. തീനാളങ്ങൾ ആളിക്കത്തുന്നു. വളരെ സംശയകരമായ സാഹചര്യത്തിൽ ഇത്രയധികം കോടികൾ, ബഹുകോടികൾ കൊണ്ട് നിർമ്മാണം നടത്തിയ, അവിടെ സപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ ഉപകരണങ്ങളുടെ കാര്യക്ഷമതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത്രമാത്രം അശ്രദ്ധമായിട്ടാണോ ജീവൻ തേടി വരുന്ന, ജീവൻ നിലനിർത്താൻ വേണ്ടി വരുന്ന രോഗികളെ ഗവൺമെൻറ് പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യം നിൽക്കെ, ആരോഗ്യമന്ത്രിയായ വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ചികിത്സ തേടി പോകുന്നത് അമേരിക്ക, US അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാം. പക്ഷേ സാധാരണ ആൾക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് ആ ചിലവുകളൊക്കെ. അപ്പോൾ അവരുടെ ധർമാശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജ്. അവിടെ ഇട്ട് അവരെ ചുട്ടുകൊല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം വിചിത്രമായിട്ട് പറയും. അവിടുന്ന് അവരെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ ജീവൻ പോയി. അതിൻ്റെ ബലത്തിലാണ് ആ ജീവൻ തുടിക്കുന്നത്. ആ ജീവനെയാണ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, വെന്റിലേറ്ററിൻ്റെ സഹായം, ഓക്സിജൻ മാസ്കിൻ്റെ സഹായം, അതെല്ലാം എടുത്തു നോക്കാനൊരൊറ്റയാളില്ല. രണ്ടാമത് പുക വരും മുമ്പ് നൽകിയ വാഗ്ദാനമെന്ന് പറയുന്നത് ഇനി മേലിൽ ആ ഒരു യൂണിറ്റിലേക്ക്, ആ ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക്, ബഹുനില മന്ദിരമാണ്, അങ്ങോട്ട് കൊണ്ടുപോകില്ല എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു മന്ത്രി തന്നെ. പക്ഷേ ഇപ്പോൾ രണ്ടാമത് പുക വന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും രോഗികളെ മാറ്റേണ്ടി വന്നു. 6ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ 1, 2, 3 ഉൾപ്പെടെ അവിടെ രോഗികളുണ്ടായിരുന്നു. അതാണ് കൂടുതലായിട്ടുള്ള നമ്മുടെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. എന്തുത്തരവാദിത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് കൂട്ടുത്തരവാദിത്തമാണ്? എന്തു ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത്? എന്ത് സെക്യൂരിറ്റിയുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ള ചോദ്യം തൂങ്ങി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിനകത്ത് ഈ അടിപടലം. എന്താ കാര്യം? കെ സുധാകരന് ശാരീരികമായിട്ട് എന്തോ രോഗമുണ്ട്. കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരൻ ആണ് രോഗമില്ലാത്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനുണ്ട്? പ്രമേഹം,
അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിതശൈലി രോഗമില്ലാത്ത, മേലനങ്ങ് ജോലി എടുക്കാത്ത ഇവർക്കെല്ലാം ഉണ്ട് രോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് രോഗമല്ലേ? അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയോ? അദ്ദേഹത്തിൻ്റെ പ്രായം അയോഗ്യമായിട്ടും അദ്ദേഹത്തെ വീണ്ടും നിർത്തിക്കൊണ്ട് നോക്കൂ CPM അതിൻ്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം. അതെ, കാരണം പിണറായി വിജയനാണ് ദ വിന്നിങ് കാൻഡിഡേറ്റ് എന്നുള്ളവർക്കറിയാം. ഗെയിം ചേഞ്ചർ പിണറായി വിജയൻ. ആ ഒരു യുക്തിയോടുകൂടി അവർ പോകുമ്പോൾ കേരളത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളെങ്കിലും വിജയിപ്പിച്ച് കോൺഗ്രസിൻ്റെ ഭാവി ശോഭനമാക്കിയ സുധാകരൻ്റെ തലയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നവർക്ക് തലയ്ക്ക് സ്ഥിരതയുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ശാരീരികമായ ഈ രോഗം നമുക്ക് മനസ്സിലാക്കാം, എല്ലാവർക്കും ഉള്ളതാണ്, സാമാന്യമായി എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പോലും അതീതനല്ല. ജീവിതശൈലി രോഗം, അധ്വാനിക്കാതിരിക്കുന്നവർക്ക് രോഗം വരും, മനസ്സിലായി? അപ്പോൾ ആ രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ രോഗം എന്തോ മാനസിക രോഗം ബാധിച്ച പോലെ കോൺഗ്രസിൻ്റെ നേതൃത്വം വരുന്നത്. ശരീരത്തിൻ്റെ രോഗം നമുക്ക് ചികിത്സിച്ച് വേഗം, തലയ്ക്കുള്ള രോഗം ആരിൽ നിന്നെങ്കിലും അച്ചാരം വാങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. മനോനില വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ്. അച്ചാരം വാങ്ങി CPMനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു കുൽസിത ശ്രമമാണ്. നമുക്കറിയാം, ഏതൊരു തിരഞ്ഞെടുപ്പ് നടക്കും മുമ്പേയും ആ നാട്ടിലൊരു നേതൃത്വ മാറ്റം വന്നാൽ ആ പാർട്ടിയുടെ പ്രോസ്പെക്ട്സിനെ അത് വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കുമെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും സാമാന്യം. അങ്ങനെ ഇരിക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഉൾപ്പെടെയുള്ള ബുദ്ധിശാല തീരുമാനമെടുത്തിരിക്കുക. ഇപ്പോൾ അടിയന്തര അജണ്ട അവരുടെ അതാ, പിണറായി വിജയൻ മാറണമെന്നല്ല, സുധാകരനും മാറണം. എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനങ്ങളാണ് കോൺഗ്രസ് നിങ്ങളെടുക്കുന്നത്. നിങ്ങളുടെ അനുഭാവിയല്ല ഞാനെങ്കിലും നിങ്ങളുടെ ഈ തീരുമാനങ്ങൾ കണ്ട് കഷ്ടം തോന്നുന്നു. പിണറായി ഭരണത്തിൽ നിന്നും മോചനം നേടണമെന്നുള്ള കേരളീയ ജനതയുടെ അഭിലാഷത്തെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ജനവിരുദ്ധ കടക്കൽ തന്നെ വെച്ച് ജനവിരുദ്ധ മനോഭാവമാണ് കൈകൊള്ളുന്നത്. ഇവിടെ എന്താണ്? പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഇന്നത്തെ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകണം. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനമെടുക്കുക. അതല്ലേ അതിൻ്റെ വിവേകം. വിവേകശാലികളായിട്ടുള്ള പ്രായോഗികമതികളായിട്ടുള്ള കോൺഗ്രസ്സുകാരെല്ലാം അത് പറയുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സുധാകരൻ എന്താ കുഴപ്പം? ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ അദ്ദേഹം ചോദിക്കുന്നു. പോട്ടെ, പഴയ തലമുറയിലെ കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള മുരളീധരൻ KPCC പ്രസിഡൻ്റായിട്ടിരുന്ന് തിളക്കം കോൺഗ്രസിനെ സമ്മാനിച്ച മുരളീധരൻ പറയുന്നത് സുധാകരനെ ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ട്. എന്താ ഇതിൻ്റെ കാര്യമെന്നറിയാം? ആൻ്റണി എന്നൊരു യുവാവിന് പത്തനംതിട്ടയിൽ ഇരുന്നിട്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, ശരിക്കും വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പത്തനംതിട്ടയിലെ അവിടുത്തെ ആ ഡെമോഗ്രാഫിയുടെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രം ജയിച്ചു വരുന്ന കാൻഡിഡേറ്റാണ് ഇദ്ദേഹം. എന്താണ് കോൺഗ്രസിന് സംഭാവന ചെയ്തിട്ടുള്ളത് എനിക്കിതുവരെ ബോധ്യമായിട്ടില്ല. ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തൂടെ കോൺഗ്രസിനെ ഉയരങ്ങളിലേക്ക് നയിച്ചൊരു വ്യക്തിയാണ്. അതെ, ഇത് KSUവിൻ്റെ ആ ശോഭനമായിട്ടുള്ള രമണീയമായ കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഇയാൾ ആര്? പത്തനംതിട്ടയിൽ അവിടുത്തെ ഡെമോഗ്രാഫിക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കാൻഡിഡേറ്റിനെ വെച്ചു. അത് എനിക്കറിയില്ല, KV തോമസിനെ പോലെ ഇനി തിരുതാക്കറി വല്ലതും കൊണ്ട് ഹൈക്കമാൻഡിന് കൊടുത്തതാണോ ഇയാളെന്ന്. എന്ത് കഴിവാണ് ഇയാൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്? MP എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയിൽ വർഗീയ വിദ്വേഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിയിട്ടുള്ള, അതായത് പിന്നെ ബൗദ്ധികമായിട്ട് എന്തെങ്കിലും ശശി തരൂരിനെ പോലെ എന്തെങ്കിലും നിലവാരമുണ്ടോ? പാർലമെൻറ്റിൽ എന്തെങ്കിലും മികച്ച പ്രകടനം ഇയാൾ നടത്തിയിട്ടുണ്ടോ? ഇയാളെ വെച്ച് കോൺഗ്രസിൻ്റെ സംസാരിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. എന്ന് മാത്രമല്ല, ഇയാളെ പോപ്പുലറാണോ? പത്തനംതിട്ടയിലെ KPCC പ്രസിഡന്റ് ആക്കുക, കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് ആകുന്നത് കോൺഗ്രസിന് നാണക്കേടാണ് സത്യം പറഞ്ഞാൽ. അതാണ്. പിന്നെ മുരളീധരൻ പറഞ്ഞ ഒരു ധർമ്മമുണ്ട് കേട്ടോ. നിങ്ങൾ KPCC പ്രസിഡന്റ് ആകുന്നവരെ ഫോട്ടോയിൽ കണ്ടാലെങ്കിലും ആളുകൾ തിരിച്ചറിയണം. ഫോട്ടോയിൽ കണ്ട ആരെങ്കിലും തിരിച്ചറിയുമോ ഇയാളെ? ഇവിടെ കുറേ ഊത്തന്മാരുടെ നേതാവാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ എന്തെന്നാ കുറേ ജൂനിയറായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ, താഴെ തട്ടിലുള്ള കുറേ കോൺഗ്രസ്സുകാരുടെ നേതാവാണെന്നും പറഞ്ഞിരിക്കുന്ന അയാളെ പിടിച്ച് KPCC എന്ന് പറയുന്ന എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളിരുന്നിട്ടുള്ള ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളൊരു പാർട്ടി, അങ്ങനെ ഇവിടെ AK ആൻ്റണിയും ഒക്കെ ഇരുന്ന സ്ഥാനത്തേക്ക് ഇതൊരു അപമാനമാണത്. പാർട്ടിക്ക് കോൺഗ്രസിന് തന്നെ നാണക്കേടല്ലേ? ഇങ്ങനെ എത്രമാത്രം അങ്ങ് അതപ്പിച്ചോ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും ഈ തിരുതക്കറിയുടെ മോഡൽ, എനിക്കറിയില്ല, സംശയിക്കുന്നു, അതുപോലെ എന്തെങ്കിലും ചെന്ന് കാണും. അങ്ങനെയാണല്ലോ അവർ തീരുമാനമെടുക്കുന്നത്. കുടുംബത്തിന് സന്തോഷം പകരുന്ന ആൾക്കാരെയാണല്ലോ പിടിച്ചു ഉയരങ്ങൾ. അങ്ങനെയാണല്ലോ KC വേണുഗോപാലും ഒക്കെ ഇങ്ങനെ പോയിട്ട് കോൺഗ്രസിന് അധപ്പതനം ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരൊക്കെ അവരുടെ പ്രിയ ലിസ്റ്റിലില്ലല്ലോ, അപ്രിയ ലിസ്റ്റിലാണ്. അതുപോലെ ഇങ്ങനെയുള്ള ആൻ്റണിയുടെ വളിച്ച ചിരിയൊക്കെ വെച്ചുള്ള ഫോട്ടോയും കൂടെ കാണുമ്പോൾ
സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് ജയിച്ചു വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം പിണറായിയുടെ ഭരണമൊന്നും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി അടുത്ത തവണ വരുമ്പോൾ അഹങ്കാരം കൂടും, നാട് കേരളം കൂടുതൽ കുളമായി തീരും. എല്ലാം ശരിയാവുമെന്നുള്ളത് ഇനി വരുമ്പോൾ എല്ലാം കുളമായി തീരും. അപ്പോൾ അവിടെ ഒരേ ഒരു രക്ഷകൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ പ്രതീക്ഷയും ഇപ്പോൾ പോയിരിക്കുക. ഇതൊരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിക്കകത്ത്, വലിയൊരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ട്. കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും മാനസികമായ സ്പ്ലിറ്റ് വന്നിരിക്കുക. നോക്കിക്കോ, പാർട്ടിയിൽ ഒരു വിഭാഗം CPM ജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അല്ല, അതെ, ആശ്രമമുണ്ട്. അതാണിപ്പോൾ നടക്കുന്നത്. അത് BJP നേട്ടമാവും. എന്നിട്ട് പിന്നെ BJP ജയിച്ചെന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.